അങ്ങനെ ഞാനും ഒരു ഫോൺ എടുത്തു ഗൈസ്. തികച്ചും അൺപ്ലാൻഡ് ആയിട്ട് എടുത്തൊരു ഫോണാണ് കേട്ടോ ഇത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സാംസങ് ഗാലക്സി S23 അൾട്ര ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ UK വന്നതിന് ശേഷം എനിക്ക് ഹസ്ബൻഡ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. അത് വെറും ഒരു 3.5 വർഷം അത്രേ ആയിട്ടുള്ളൂ അതെടുത്തിട്ട്. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ഈ സാംസങ്ങിൽ പേനയുണ്ടല്ലോ, ഞാൻ അത് വെച്ച് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ 2 ദിവസമായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു. അപ്പോൾ കംപ്ലീറ്റ്ലി ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയാട്ടോ ഈ ഫോൺ എടുക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. Oh my god. കണ്ടോ കണ്ടോ പുതിയ ഫോൺ കണ്ടോ? അയ്യോ നേരെ കവറിന്റെ പുറത്ത് പോയി. Oh my god. ഇല്ലടാ. ഇത്രയും എക്സ്പ്രഷൻ ഇടാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് തികച്ചും അൺപ്ലാൻഡ് ആയിരുന്നു. ഈവൻ ഞങ്ങൾ കടയിൽ ചെന്നതിന് ശേഷമാണ് ഏത് ഫോൺ എടുക്കണം, ഏത് ബ്രാൻഡ് എടുക്കണം, ഇൻ കേസ് ഏതെങ്കിലും ബ്രാൻഡ് എടുത്താൽ ഏത് സീരീസ് എടുക്കണം എന്നൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാട്ടോ തീരുമാനിച്ചത്. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഐഫോൺ എടുക്കണോ സാംസങ് എടുക്കണോ. ഇവിടെ ഹസ്ബൻഡ് കയ്യിൽ ഓൾറെഡി ഒരു ഐഫോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര പാടായിട്ടാണ് തോന്നിയത്. കമ്പാരിറ്റീവ്ലി ആൻഡ്രോയിഡിനെക്കാളും എനിക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് ഐഫോൺ തോന്നി. മേ ബി ഞാനത് യൂസ് ചെയ്യാത്തത് കൊണ്ടിട്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ആൻഡ്രോയിഡ് ഫോണാട്ടോ. സോ അതുകൊണ്ടിട്ട് ഞാൻ ഈ സാംസങ് എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത ഫോണ് സാംസങ് S26 അൾട്ര ആട്ടോ എടുത്തത്. അതിനുശേഷം നമ്മളത് ഓൺ ചെയ്തു. പിന്നെ ഞങ്ങളിതേ ഇതിൻ്റെ അകത്ത് വെൽക്കം എന്ന് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് അല്ലേ. സോ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി മലയാളത്തിലും ഇംഗ്ലീഷിലും ഒഴിച്ച് ബാക്കി എല്ലാ ലാംഗ്വേജിലും ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രം വെൽക്കം കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 26 അൾട്ര ടോട്ടൽ 4 കളേഴ്സിലാട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, പിന്നെ ഒരു ലാവൻഡർ കളർ. ടോട്ടൽ 4 കളേഴ്സാട്ടോ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമായിട്ടോ അറിയുന്നത്. നമ്മൾ പോയ ഷോപ്പിൽ അവിടെ ബ്ലാക്ക് കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ വേണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ബ്ലാക്ക് കളർ ചൂസ് ചെയ്തു. അപ്പോൾ അത് ഇതാട്ടോ ഫോണ്. ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഫോൺ കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാട്ടോ. സഡനായിട്ട് എടുത്ത ഫോണായതുകൊണ്ടിട്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ പുതിയ ഫോൺ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫോണിൻ്റെ ബാക്കിലുള്ള കവറുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ളത് കുറച്ച് പേപ്പേഴ്സാണ്. അത് ഫോണിൻ്റെ വാറണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നൊരു പേപ്പർ, പ്ലസ് പിന്നെ നമ്മുടെ ഫോണിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ചാർജ് ചെയ്യുന്ന കേബിൾ, ഇത് രണ്ടും ആട്ടോ അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അഡാപ്റ്റർ വേറെ സെപ്പറേറ്റ് മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ അഡാപ്റ്റർ വാങ്ങി. അപ്പോൾ ഈ കേബിളും അഡാപ്റ്ററും രണ്ടും 45 വോൾട്ടിൻ്റെ ആട്ടോ. അഡാപ്റ്ററിൻ്റെ കൂടെ നമുക്കൊരു കേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഫോൺ കൊണ്ടുള്ള ഞങ്ങളൊരു കുഞ്ഞു ഫോട്ടോയും. താങ്ക്സ് ഫോർ വാച്ചിങ്.